ബാംഗ്ലൂർ പലതവണ പോയി വരലുള്ള ഒരാളാണ് ഞാൻ. പല വണ്ടിയിലാണ് പോകുന്നത്. പക്ഷെ ഇത്രയധികം നല്ലൊരു എന്താ പറയാ നീറ്റ് ആൻഡ് ക്ലീനിങ് ആയിട്ടുള്ള ഒരു സർവീസും ബെഡ്ഷീറ്റ് കാര്യങ്ങള് പില്ലോസ് മീൻസ് നമ്മള് ബെഡ് കാര്യങ്ങളെല്ലാം അത്ര ആപ്റ്റ് ആയിട്ടുള്ള ഒരു സർവീസ് ആണ്. I excited about the front part, like the heights and everything else. That is very good, and I had a good experience in the bus, and it was more comfortable. പുതിയ സർവീസ് എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ലണ്ടൻ ട്രാവൽസിന്റെ ഇപ്പം എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷയോടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ജോ. എല്ലാവർക്കും സുഖമല്ലേ? മലയാളികളുടെ പ്രിയപ്പെട്ട സിറ്റിയാണ് ബാംഗ്ലൂർ. ലക്ഷക്കണക്കിന് മലയാളികളാണ് ബാംഗ്ലൂർ നഗരത്തിൽ ജീവിക്കുന്നത്. ജോലിക്കും മറ്റാവശ്യങ്ങൾക്കുമായി ഓരോ ദിവസവും കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരേക്കും തിരിച്ചും യാത്ര ചെയ്യുന്നവരുടെ എണ്ണം 1000-ലേറെയാണ്. ഫ്രണ്ട്സ്, ഞാനിപ്പോഴുള്ളത് ബാംഗ്ലൂരാണ്. കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരേക്ക് സർവീസ് ആരംഭിച്ച ഫ്ലൈറ്റ് നൗ എന്നൊരു കിടിലൻ ബസ്സിനൊപ്പമാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. കോട്ടയം ബാംഗ്ലൂർ റൂട്ടിലെ ഏറ്റവും പുതിയ സെൻസേഷനായ ലണ്ടൻ ട്രാവലേഴ്സിനെ പറ്റിയാണ് പറയുന്നത്. ഫ്ലൈറ്റിനോട് കിടപിടിക്കുന്ന ഈ AC സ്ലീപ്പർ ബസ് കോട്ടയം ബാംഗ്ലൂർ റൂട്ടിൽ ഓടിത്തുടങ്ങിയിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. നമസ്കാരം, എൻ്റെ പേര് സജീവൻ. ഞാൻ ലണ്ടൻ ബസ്സിൻ്റെ ഡ്രൈവറാണ്. ലണ്ടൻ ട്രാവൽസ്, അതായത് അങ്കമാലി സപ്പോർട്ട് ചെയ്ത് ടൂറിസ്റ്റ് സർവീസിൽ തുടങ്ങിയ ഇപ്പോൾ പുതിയ നൈറ്റ് സർവീസിലേക്ക് വന്നിരിക്കുകയാണ്. കോട്ടയത്ത് നിന്ന് എറണാകുളം വഴി ബാംഗ്ലൂർക്കാണ് പുതിയ സർവീസ് തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പ് ബാംഗ്ലൂർ ഹെബ്ബാളാണ്. മജസ്റ്റിക് വഴി വന്ന് ഹെബ്ബാളാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. ഹെബ്ബാളിൽ നിന്ന് 7:30 എടുത്തിട്ട് മടിവാള 9 മണി, കോട്ടയത്ത് 7:15 കോട്ടയത്ത് 7:15 എത്തിച്ചേരുന്ന രീതിയിലാണ് നമ്മൾ റൂട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡെയിലി സർവീസാണ്. ഡെയിലി ഒരു വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ടും തിരിച്ച് മറ്റൊരു വണ്ടി അങ്ങോട്ടും ഡെയിലി സർവീസ് നടത്തുന്നതാണ്. 90% ഓൺ ടൈമിലാണ് ഇപ്പം നമ്മൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. 4 ദിവസം ആയതേ ഉള്ളൂ വണ്ടി ഓടാൻ തുടങ്ങിയിട്ട്. കഴിക്കാൻ ഫുഡ് ബ്രേക്ക് ഇല്ല. വൈകിട്ട് 9 മണിക്കാണ് നമ്മൾ മടിവാളയിൽ നിന്ന് എടുക്കുന്നത്. അതുകൊണ്ട് ഫുഡ് ബ്രേക്ക് നമ്മളില്ല. ടീ ബ്രേക്ക് ഉണ്ട്, ഒരു 20 മിനിറ്റ്സ് ടീ ബ്രേക്ക് കൊടുക്കുന്നുണ്ട്. തിരിച്ച് അവിടെ നിന്ന് നോൺ സ്റ്റോപ്പാണ്. 8 മണിക്ക് വണ്ടി കോട്ടയത്ത് നിന്ന് എടുക്കുന്ന വണ്ടി അവിടെ നിന്ന് നോൺ സ്റ്റോപ്പായിട്ട് എടുക്കുന്നു. അതുകൊണ്ട് ടീ ബ്രേക്ക് മാത്രമേ ഉള്ളൂ. 2 പ്രാവശ്യം വാഷ്റൂമിൽ ടീ ബ്രേക്ക് കൊടുക്കുന്നു. പുതിയ സർവീസ് എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ലണ്ടൻ ട്രാവൽസിന്റെ ഇപ്പം എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷയോടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബെഡ്ഷീറ്റ് നമ്മൾ ഓരോ ട്രിപ്പിനും ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും ചേഞ്ച് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. അത് നമ്മൾ ഒരു വണ്ടിയിൽ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. സംഭവം നമ്മൾ ഈ വണ്ടിയിൽ ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. ഓരോ ട്രിപ്പിനും അതായത് ബാംഗ്ലൂർ വരുമ്പം ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും മാറുന്നു. അതുപോലെ തന്നെ നാട്ടിൽ ചെന്ന് കോട്ടയത്ത് ചെല്ലുമ്പോഴും അതുപോലെ തന്നെ ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും മാറുകയാണ്. അങ്കമാലിയിൽ നമ്മുടെ ലണ്ടൻ ലൈറ്റ് ട്രാവൽസുകാർ നല്ല സപ്പോർട്ടാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നതിന്. ഇപ്പം ആദ്യം നമ്മൾ വാട്ടർ ബോട്ടിൽ കൊടുക്കുന്നുണ്ട്, വെള്ളം കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പം നമ്മുടെ സ്നാക്സ് ബോക്സ് ഒക്കെ റെഡിയായി വരുന്നതേ ഉള്ളൂ. അതൊരു 2 ദിവസത്തിനകം റെഡിയാകുമായി. എല്ലാവരും അത് നല്ലൊരു പ്രയോജനപ്പെടുത്തുക. നല്ല സപ്പോർട്ട് തരിക. ബലഗാവിയിലെ MG ബോഡി ബിൽഡേഴ്സിൻ്റെ ഏറ്റവും പ്രീമിയം സെഗ്മെൻ്റായ ടൈഗ്ര സീരീസിൽപ്പെട്ട ബസ്സാണിത്. ഈ BS6 ഭാരത് ബെൻസ് ബസ്സിൽ ആകെ 36 AC സ്ലീപ്പർ ബർത്തുകളാണ് ഉള്ളത്. അതിൽ 12 സിംഗിൾ സ്ലീപ്പർ ബർത്തുകളാണ്. ഓരോ ബർത്തിലും പില്ലോയ്ക്കും ബ്ലാങ്കറ്റിനും പുറമെ ചാർജിംഗ് പോർട്ടും റീഡിംഗ് ലൈറ്റും ലഗേജ് ബോക്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. MGയുടെ ഗ്ലൈഡർ സീരീസിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ ടൈഗ്രയുടെ ഇൻറ്റീരിയറിൽ ഒരുപാട് ലക്ഷറി ഫീച്ചേഴ്സ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതെല്ലാം ബസ്സിന് കൂടുതൽ പ്രീമിയം ലുക്ക് നൽകുന്നു. അങ്ങനെ രാത്രി കൃത്യം 7 മണിക്ക് ബാംഗ്ലൂരിലെ ഹെബ്ബാലിൽ നിന്ന് ലണ്ടൻ്റെ പുതുപുത്തൻ MG ടൈഗ്ര AC സ്ലീപ്പർ കോട്ടയത്തേക്കുള്ള യാത്ര ആരംഭിച്ചു.
ഉണ്ണിച്ചേട്ടനും സജീവൻ ചേട്ടനുമാണ് ഇന്നത്തെ നമ്മുടെ സാരഥികൾ. കൂടെ ഹെൽപ്പറായി അനന്ത് ബ്രോയുമുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് ഹൊസൂർ, സേലം, കോയമ്പത്തൂർ, പാലക്കാട്, തൃശൂർ, അങ്കമാലി, വൈറ്റില, തൃപ്പൂണിത്തുറ, വൈക്കം, തലോലപ്പറമ്പ്, കടുത്തുരുത്തി, കുറുപ്പുന്തറ, ഏറ്റുമാനൂർ വഴിയാണ് ഈ ബസ് കോട്ടയത്തേക്ക് പോകുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് സേലം, കൊച്ചി, വൈക്കം വഴി കോട്ടയത്തേക്ക് ആകെ 639 കിലോമീറ്ററാണ് ദൂരമുള്ളത്. ലണ്ടൻ ട്രാവൽസിൻ്റെ ഹൈവേ ഫ്ലൈറ്റിനൊപ്പം ബാംഗ്ലൂരിൽ നിന്ന് കോട്ടയത്തേക്കുള്ള സൂപ്പർ ലക്ഷറി യാത്ര നിങ്ങൾ നേരിട്ട് കണ്ട് തന്നെ ആസ്വദിച്ചോളൂ.
ഈ ലണ്ടൻ എന്ന് പറയുന്ന ബസ്സിൽ ഞാൻ ആദ്യമായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. ബാംഗ്ലൂർ പലതവണ പോയി വരലുള്ള ഒരാളാണ് ഞാൻ. പല വണ്ടിയിലാണ് പോകുന്നത്, പേരൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത്രയധികം നല്ലൊരു എന്താ പറയുക നീറ്റ് ആൻഡ് ക്ലീനിങ് ആയിട്ടുള്ള ഒരു സർവീസും ബെഡ്ഷീറ്റ് കാര്യങ്ങൾ, പില്ലോസ്, മീൻസ് നമ്മൾ ബെഡ് കാര്യങ്ങളെല്ലാം അത്ര ആപ്റ്റ് ആയിട്ടുള്ള ഒരു സർവീസാണ്. വരുമ്പോൾ തന്നെ നമ്മുടെ എന്താ പറയുക സ്റ്റാഫിന്റെ ആണെങ്കിലുള്ള ഒരു എന്താ പറയാ വെള്ളം തന്ന് സ്വീകരിക്കുന്നവരെ ആ ഇതൊക്കെ ഭയങ്കര എന്താ പറയാ നമുക്ക് ടച്ചിങ്, നല്ല സുഖമായിട്ടുള്ള ഒരു യാത്ര, സേഫ്റ്റിയാണ്. Was a nice experience. I was traveling from Bangalore to Cochin, and this is first time which I've traveled in London travels. The name was different first of all, and I excited about the front part, like the heights and everything else. That is very good, and I had a good experience in the bus, and
it was more comfortable. I mean, like, I got enough 4 to 5 calls like from you guys, like what time the bus exactly comes, and very good. It was like I didn't experience this in other buses before actually, and I'm traveling first time in the bus to Cochin. I mean to Kerala itself. It was very nice. It was very clean. All like I felt it is a new bus. When I was coming, like I was calling to my friends who was telling like this completely bus is very new bus. I think so. The experience of the bus, it is neat, clean, and they have told very clearly what they are going to do, what time they'll be reached. It is on time when I came here now. I'll be taking this bus only to any of my Kerala trip. അങ്ങനെ കംഫർട്ടബിളായ ഒരു യാത്രക്കൊടുവിൽ അടുത്ത ദിവസം രാവിലെ 8 മണിയോടെ ലണ്ടൻ ട്രാവൽസിൻ്റെ പുതുപുത്തൻ MG ടൈഗർ AC സ്ലീപ്പർ കോട്ടയം നഗരത്തിലേക്കെത്തി. ഏറ്റവും പുതിയ BS6 ഭാരത് ബെൻസ് ബസ് ആയതിനാൽ തന്നെ യാത്ര അത്രയും സുഖകരമായിരുന്നു. ഉള്ളിൽ കുലുക്കം അറിഞ്ഞതേയില്ല. ബസ്സിലെ ക്രൂ എല്ലാവരും തന്നെ തികഞ്ഞ പ്രൊഫഷണൽസും പാസഞ്ചർ ഫ്രണ്ട്ലിയുമായിരുന്നു. ഫ്ലെക്സി ടിക്കറ്റിംഗ് ആണ് ഈ ബസ്സിലുള്ളത്. വെറും 1000 രൂപ മുതലൊക്കെ ഈ ബസ്സിൽ കോട്ടയം ബാംഗ്ലൂർ സ്ലീപ്പർ ടിക്കറ്റുകൾ ലഭിക്കുന്നതാണ്. കോട്ടയം നാഗമ്പടം LIC ഓഫീസിന് മുന്നിൽ നിന്ന് പുറപ്പെടുന്ന ഈ ബസ് വൈക്കം കൊച്ചി ഹൊസൂർ വഴി അടുത്ത ദിവസം രാവിലെ 6:45 ഇന്ത്യയുടെ ഗാർഡൻ സിറ്റിയായ ബാംഗ്ലൂരേക്ക് എത്തിച്ചേരും. ബസ്സിൻ്റെ റേറ്റിൽ ഫ്ലൈറ്റിൻ്റെ കംഫർട്ട് സമ്മാനിച്ച ലണ്ടൻ ട്രാവലേഴ്സിൻ്റെ പുതുപുത്തൻ AC സ്ലീപ്പർ കോട്ടയം ബാംഗ്ലൂർ റൂട്ടിലെ ബെസ്റ്റ് സർവീസ് ആണെന്ന കാര്യത്തിൽ സംശയമില്ല. കിടിലനൊരു യാത്ര സമ്മാനിച്ച ലണ്ടൻ ട്രാവലേഴ്സിൻ്റെ ബ്രിട്ടീഷ് ഫ്ലൈറ്റിനോട് ബൈ പറഞ്ഞുകൊണ്ട് കോട്ടയത്തിൻ്റെ തിരക്കിലേക്ക് ഞാൻ നടന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും ഹൈപ്പും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. നിങ്ങൾ കാത്തിരിക്കുന്ന മറ്റൊരു ബസ് യാത്രയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഓൾ.